വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി പലപ്പോഴും നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ്. അതായത് ദൈവം തനിക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ്. അതിപ്പോൾ ദൈവമക്കളായിക്കോട്ടെ, ദൈവത്തെ അറിയാത്തവരും ദൈവത്തെ ആരാധിക്കാത്തവരും ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ അവിടെ നെബൂഖദ്നേസർ എന്ന് പറയുന്നതായ രാജാവ് സോരിന് വിരോധമായിട്ട് കടന്നു പോകുകയും ദൈവം പറയുന്നത് അവൻ സോരിന് വിരോധമായി ദൈവത്തിന് വേണ്ടി വലിയതായി അധ്വാനിച്ചു. എന്നാൽ പിന്നീട് ദൈവം അവൻ ചെയ്തതായ പ്രവൃത്തിയെക്കുറിച്ച് ഓർക്കുകയും അവന് പ്രതിഫലം ഒന്നും കൊടുത്തില്ല എന്ന് അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അങ്ങനെ പ്രതിഫലം കൊടുക്കാത്തതായ നെബൂഖദ്നേസറിൻ്റെ കയ്യിലേക്ക് പിന്നീട് മിസ്രൈം ദേശത്തെ കൊടുക്കുകയും ആ മിസ്രൈം ദേശത്തെ നെബൂഖദ്നേസർ കൊള്ളയിടുകയും ചെയ്യുന്നതിലൂടെ ഒരു ദൈവിക നീതി അവിടെ വെളിപ്പെടുകയാണ്. ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച നെബൂഖദ്നേസറിന് ദൈവം പ്രതിഫലം കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു. അവൻ അധ്വാനിച്ചതിന് തക്കയോഗ്യമായ പ്രതിഫലം ദൈവം കൊടുക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ പ്രിയ സുഹൃത്തെ, നിങ്ങൾ ഒരുപക്ഷെ ദൈവത്തെ അറിയാത്ത വ്യക്തിയായിരിക്കാം. ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും കാലത്ത് നിങ്ങൾ ഈ ജീവനുള്ള ദൈവത്തിനു വേണ്ടി അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ അധ്വാനത്തിന് പ്രതിഫലം തരുന്ന ദൈവമാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ജാതീയനായിരിക്കുന്ന നെബൂഖദ്നേസറിന് ദൈവം പ്രതിഫലം കൊടുത്തെങ്കിൽ അവൻ്റെ മക്കളായി വീണ്ടും ജനനം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുന്ന എനിക്കും നിങ്ങൾക്കും തീർച്ചയായിട്ടും ദൈവം പ്രതിഫലം തരിക തന്നെ ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.